ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണ്. പണ്ട് മുതലേ നിറം വെക്കാൻ വേണ്ടിയിട്ട് അധിക പേരും വീടുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സാധനം. അടിപൊളി റിസൾട്ട് എന്ന് മാത്രമല്ല, ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മുഖം നിറം വെക്കാനും തിളക്കം വരാനും എന്നും ഒരു ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ഇത്തരം ബ്യൂട്ടി ടിപ്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ യൂസ്ഫുള്ളാവും. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം മറ്റൊന്നുമല്ല, ചെറുപയറാണ്. ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് മുഖം തിളക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇതുപോലെ നിങ്ങളടുത്ത് ചെറുപയറുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ, അതായത് ഇത് ഞാനിപ്പം ഒരു യൂസിനുള്ള ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവാണ് പറഞ്ഞത്. നിങ്ങൾക്കിത് കൂടുതൽ പൊടിച്ച് വെച്ചാൽ ആ ഒരു പൊടി ഉപയോഗിച്ചിട്ട് എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിങ്ങനെ പൊടിച്ചാൽ നമുക്കൊരു ചെറിയ തരിതരിപ്പ് അതിലുണ്ടാവും. ഇനി അങ്ങനെ തരിതരിപ്പില്ലാണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കിത് തന്നെ എടുത്ത് വെക്കാം. പക്ഷേ ഇതുപോലെ ഈ ഒരു പൊടി പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടി ഒന്ന് അരിപ്പയിൽ കൂടി അരിച്ചെടുത്തിട്ട് അതിൻ്റെ തരിതരിപ്പെല്ലാം റിമൂവ് ചെയ്തെടുക്കുക. തരിതരിപ്പ് റിമൂവ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ദിവസവും നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു തരിതരിപ്പ് നമ്മുടെ നല്ല സെൽസും കൂടി ഇല്ലാണ്ടാക്കും. ഡെഡ് സെൽസിന് പകരം നമ്മുടെ ആവശ്യമുള്ള സെൽസും കൂടി ഇല്ലാണ്ടാക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെല്ലാം മാത്രമാണ് സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളിതൊരു ഡെയിലി ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടി പോലെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞളും 1 ടേബിൾ സ്പൂണോളം പിന്നെ തൈരുമാണ് ഇട്ടത്. ഇത് 3 മാത്രം മതി കേട്ടോ, നമ്മുടെ മുഖം നല്ല സ്വർണം പോലെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചെറുപയർ പൊടി കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാൽ ദിവസവും നിങ്ങൾക്ക് ഒട്ടും മടി കൂടാണ്ട് ഈ 2 പൊടിയും തൈരും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. നിങ്ങൾക്കിത് മുഖത്ത്, കഴുത്തിൽ, കൈ, കാല് എല്ലാടിയും പിന്നെ നിങ്ങളുടെ ടാന് മാറാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടറോ പാലോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നിലുള്ളവരാണെങ്കിൽ അവർക്ക് റോസ് വാട്ടർ ആയിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. നിങ്ങൾ ഫേസ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുഖത്തേക്ക് ഇത് തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ ഏത് ഫേസ് പാക്കും ചെയ്യുന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ വാരി തേച്ച് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കഴിയുന്നത് നിങ്ങൾ 2 മിനിറ്റ് മുഖത്തേക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതും സർക്കുലർ മോഷനിൽ താടിൻ്റെ ഭാഗത്തുനിന്ന് മേലിലേക്ക് ചെയ്യുക. അതിനുശേഷം ഇത് അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ ഫേസിൽ വെക്കുക. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയാന്നാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. പക്ഷേ അത് പെർമനൻ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ഡെയിലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി സമയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ചെയ്യാമെന്നാണെങ്കിൽ, ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇത് കണ്ട് വിശ്വാസമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളെന്താ ഫേസിലിടാത്തെന്നുള്ളൊരു ചോദ്യം സ്ഥിരമായിട്ട് വരാറുണ്ട്. ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മുഖത്തിട്ടാലും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.